തൃശൂർ പൂരം അലങ്കോലമാക്കാൻ RSS ശ്രമിച്ചുവെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. പൂരം കലക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയാണ്. തൃശൂരിൽ BJPയുടെ വിജയം കോൺഗ്രസിന് നഷ്ടപ്പെട്ട 86,000 വോട്ടുകൾ നേടിയാണ്. RSS ബന്ധമെന്ന പ്രചാരണം മുഖ്യമന്ത്രിക്ക് ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഇല്ലാതാക്കാനാണെന്നും സർക്കാരിന് PR സംവിധാനം ഇല്ല എന്നും MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഒപ്പം തന്നെ P ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ കാതലായ പ്രശ്നമൊന്നുമില്ലെന്നും MP ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിച്ചു. പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് നേതൃത്വത്തെ ആക്രമിക്കുന്നതെന്നും ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ പറയുകയും ചെയ്തു. നൃപൻ ചക്രവർത്തി തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ടിലേക്ക്. അസിത, സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങളിലും വിവാദങ്ങളിലും സമഗ്രമായ പ്രതികരണമായിരുന്നു CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അതിൽ പൂരം കലക്കലിന് പിന്നിൽ BJPയുടെ പ്രത്യേകിച്ച് RSSന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതാണ് MP ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ഇതിൽ ഏതെങ്കിലും തരത്തിൽ 3 തലത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നടക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണവുമായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ RSSന്റെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. മറ്റൊരു വിവാദം PR ഏജൻസിയെ സംബന്ധിച്ച വിവാദമാണ്. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയ ശേഷവും ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം ചില മാധ്യമങ്ങൾ സംഘടിതമായി നടത്തുന്നുണ്ട്. ഇതിനുശേഷവും ഈ വിവാദം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചിലരുടെ ശ്രമമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഒരു തരത്തിലുള്ള PR ഏജൻസിയും സർക്കാരിനോ ആ പാർട്ടിക്കോ ഇല്ല എന്നും MP ഗോവിന്ദൻ മാസ്റ്റർ ആവർത്തിച്ച് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹിന്ദു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ പലതും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിന് പത്രം തന്നെ ഖേദം രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു PR ഏജൻസി ഉണ്ട് എന്നുള്ള പ്രചാരവേല നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ആരാണ് PRനെ നിശ്ചയിച്ചത്, അവർക്ക് എത്രയാണ് ശമ്പളം, എത്രയാണ് പണം കൊടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള 10 ചോദ്യം മലയാള മനോരമ ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു PR സംവിധാനവും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല. അതോടുകൂടി 10 ചോദ്യത്തിൻ്റെയും ഉത്തരമായി ഒറ്റ ഉത്തരവേ ഉള്ളൂ. അങ്ങനെ ഒരു PR സംവിധാനം ഉണ്ടായിരുന്നില്ല. ഈ കാര്യം അസന്നിഗ്ധമായി സഖാവ് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷവും സംശയങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളും ഉത്തരവുമായി മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതിയാണ് പിന്നീട് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PV അൻവറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ തുടർച്ചയായുള്ള പ്രതികരണങ്ങളും അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നതുമാണ്. അതിലെ വസ്തുത എന്താണ് എന്ന കാര്യമാണ് പാർട്ടി പരിശോധിച്ചത്. അത് സംബന്ധിച്ച് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കസ്റ്റംസാണ്. ഈ സ്വർണം കസ്റ്റംസിനെ വെട്ടിച്ച് കസ്റ്റംസിൻ്റെ അറിവോടുകൂടി തന്നെ ഇത് പുറത്തു വരുന്നുണ്ട്. അത് സംഘങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിലേക്കും 5 പേരാണ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത്. ഇത്തരം സംഭവങ്ങളിൽ അവസാനം പോലീസിന് ക്രമസമാധാന പ്രശ്നമായപ്പോൾ പോലീസിന് ഇടപെടേണ്ടി വന്നു. ഇത്തരത്തിലുള്ള പോലീസ് നടപടിക്കെതിരെ കുരിശ് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാണ് PV അൻവർ രംഗത്ത് വന്നിട്ടുള്ളത്. PV അൻവറിന് പിന്നിൽ UDF ഉണ്ട്, ഒപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള ലീഗ് അടക്കമുള്ള വർഗീയ പ്രസ്ഥാനങ്ങളാണ് ഈ പറയുന്ന PV അൻവർ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നും ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. അതേസമയം CPMന്റെ സംസ്ഥാന കമ്മിറ്റി വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം പാർട്ടിയുടെ നയവും വ്യക്തമാക്കുന്ന രേഖ അംഗീകരിച്ചു. ആ പാർട്ടി നേതൃത്വത്തെ, അതായത് പാർട്ടിയെയും സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വത്തെ ആക്രമിക്കുക എന്ന തന്ത്രമാണ് മാധ്യമങ്ങളും ഒപ്പം തന്നെ ഈ പ്രതിപക്ഷവും മറ്റ് വർഗീയ പ്രസ്ഥാനങ്ങളും തുടർച്ചയായി ചെയ്യുന്നത്. ഇതിനെതിരെയുള്ള പ്രചണ്ഡമായ പ്രചാരണം സർക്കാരിനെ തകർക്കുന്നതിന്, തുടർ സർക്കാരിന്, രണ്ടാം പിണറായി സർക്കാരിനെ ഏത് വിധേനയും തകർക്കുക, അട്ടിമറിക്കുക എന്ന ശ്രമമാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് ഇതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള ക്യാമ്പയിൻ CPIM ഏറ്റെടുക്കാൻ പോവുകയാണ്. ഇത്
ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇങ്ങനെ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ തുടർച്ചയായി ഇത്തരത്തിൽ വ്യാജ വാർത്ത നൽകി മുന്നോട്ട് പോകാൻ കഴിയില്ല. ജനങ്ങൾ വരികൾക്കിടയിലൂടെ വായിക്കുന്ന സ്ഥിതി സ്വാഭാവികമായി ഉണ്ടായി വരും. അതിനനുസരിച്ചുള്ള വലിയ പ്രചരണമാണ് CPIM ആലോചിക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചയാണ് ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. അത് സംബന്ധിച്ച സമഗ്രമായ വിശദീകരണമാണ് വാർത്താ സമ്മേളനത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തത്. അസിത.